നിങ്ങളുടെ രോഗക്കിടക്കയിൽ നിന്ന് പുറത്തുവിടാൻ പോകുകയാണ്. ഒരു അത്ഭുതം നിങ്ങൾക്കായി സംഭവിക്കാൻ പോകുന്ന കർത്താവ് നിങ്ങളുടെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. നിശ്ചയമായി നിങ്ങൾക്കായി വേഗത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഒരു മഹാത്ഭുതം നിങ്ങൾക്കായി സംഭവിക്കുവാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ആമേ, പൊന്നമ്മ എന്ന് പേരുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കുന്ന ശാപത്തിന്റെ ശക്തി ഉണ്ടല്ലോ, അത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ തുടങ്ങുകയാണ്. അതെ, എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ആമേ റേച്ചൽ, നിന്നെ തകർക്കുന്ന ശാപത്തിന്റെ ശക്തി, ആമേന കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അതിപ്പോൾ മാറിപ്പോ പോകുന്നു. നീ ക്ഷമയുള്ളവളായിരിക്കാൻ കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതെ, അനുഗ്രഹം നഷ്ടപ്പെട്ട അവസ്ഥയിൽ വളരെ ഭാരപ്പെടുന്ന സഹോദരൻ ആമേ സോമൻ, നിന്നോട് കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ആ തകർച്ച യേശുവിൻ നാമത്തിൽ മാറിപ്പോകുവാൻ പോകുന്നു. വലിയൊരു കൂട്ടം പേരുടെ പേരുകൾ കർത്താവിന്റെ മുമ്പിൽ എഴുതി കാണിക്കുന്നു. ആമേ, സമയക്കുറവ് ഞാൻ പറയുന്നില്ല, എടുത്ത് ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങളെ തകർക്കുന്ന ശാപത്തിന്റെ ശക്തി അതിപ്പോൾ മാറിപ്പോകുവാൻ പോകുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ച അതിപ്പോൾ മാറിപ്പോകുവാൻ പോകുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. അതെ, ഇന്നേ ദിവസം മുതൽ ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കുവാൻ, ക്ഷമിക്കേണ്ട വിഷയത്തിന്റെ പേരിൽ ക്ഷമിക്കുവാൻ ഒരു നല്ല മനസ്സിന്റെ ഉടമയായി തീരൂ. നിങ്ങൾ മനസ്സനായി തീരൂ, ക്ഷമയുള്ള മനസ്സുള്ളവളായി തീരൂ. ഇപ്പോൾ മുതൽ നിങ്ങൾ ശ്രേഷ്ഠ വ്യക്തിയായി ഉയർത്തപ്പെടാൻ പോകുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ തുടങ്ങുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, ഈ വാത്സല്യ പിതാവിനായി മാതാവിനായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവേ, ആയിരിക്കുന്ന ഭവനത്തിന്റെ അകത്തളത്തിൽ ആയിരിക്കുന്ന ഓരോ മേഖലകളിലും ഇവരെ തകർത്തുകൊണ്ടിരുന്ന ഈ ശാപത്തിന്റെ പിടിയിൽ നിന്ന്, ഈ തകർച്ചകളിൽ നിന്ന്, ഇതുവരെ കേൾക്കപ്പെട്ട വിഷയങ്ങളുടെ ബന്ധത്തിൽ യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ പ്രാപിക്കട്ടെ. ഒരു മഹാത്ഭുതം സാധ്യമായി വരുന്നു. അതേ കർത്താവേ, നഷ്ടപ്പെട്ട കുടുംബജീവിതം നേരെയാകുവാൻ തുടങ്ങുന്നു. അതേ കർത്താവ്, ഈ മകൾ തൻ്റെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കുവാൻ, അവരോട് കർത്താവേ കരുണ കാണിക്കുവാൻ തുടങ്ങുന്നു. നഷ്ടപ്പെട്ട കുടുംബജീവിതം ഈ സഹോദരിക്ക് മടക്കി ലഭിക്കുന്നു. ഈ തകർച്ചകൾ മാറി ഉയർച്ചയിലേക്ക് കടന്നു വരുന്നു. ഈ ജോലി തിരിച്ചു ലഭിക്കുന്നു. നഷ്ടപ്പെട്ട നന്മകൾ അത് മടക്കി ലഭിക്കുന്നു. നഷ്ടപ്പെട്ട ജോലി അത് മടക്കി ലഭിക്കുന്നു. എല്ലാ ശാപത്തിന്റെ പിടിയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ സഹോദരൻ മടങ്ങി വരുന്നു. ഈ സഹോദരി മടങ്ങി വരുന്നു. ഒരത്ഭുതം സംഭവിക്കുന്നു. ഈ കുടുംബത്തിന്റെ അകത്ത് ക്ഷമിക്കുവാൻ കഴിയാത്തത് നിമിത്തം കടന്നു വന്ന തകർച്ചകൾ എൻ്റെ സഹോദരി വിട്ട് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. ഈ വിദേശ രാജ്യത്ത് തകർക്കപ്പെടുന്ന ജീവിക്കുന്ന സഹോദരി യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുന്ന ഒരത്ഭുതം ഇപ്പോൾ സംഭവിക്കുന്നു. അതേ സഹോദര, ജീവിതത്തിലുള്ള ഗർഭം നിമിത്തം തകർക്കപ്പെട്ട സ്ഥാനത്തുനിന്ന് യേശുവിന്റെ നാമത്തിൽ ഉയർച്ച പ്രാപിക്കുകയാണ്. അതേ കർത്താവേ, ഈ സഹോദരൻ സഹോദരി അവർ ക്ഷമ കൊണ്ട് അവർ പ്രാണനെ നേടുന്നു. മാത്രമല്ല, ഇവർ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുന്നു. മാത്രമല്ല, ഇവർ ശ്രേഷ്ഠ വ്യക്തി ഉയർത്തപ്പെടാൻ തുടങ്ങുന്നു. അങ്ങ് കേൾപ്പിച്ച സ്വർഗീയ പാടുകൾക്കായി നന്ദി. ഞാൻ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ മഹിമ ഏറിയ നാമത്തിൽ തന്നെ. ആമേൻ. ജീസസ് നെയിം. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് വളരെ അനുഗ്രഹത്തിനും അത് വിടുതലുമായി തീർന്നു എന്നതിനെ ഓർത്ത് ഞാൻ വളരെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനയാൽ, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സഹകരണത്താൽ ഈ ശുശ്രൂഷ ഇന്നയോളം നിലനിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. പിന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ നല്ല സഹകരണവും ഈ ശുശ്രൂഷയുടെ നിലനിൽപ്പിന് വേണ്ടി, ആനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഉണ്ടാകും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവമായ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഓർത്ത് ഞാൻ പിന്നെയും ശക്തമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത ശുശ്രൂഷയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. കുറിവാക്യം നിങ്ങൾ മറക്കണ്ട, ക്ഷമ കൊണ്ട് പ്രാണനെ നേടും. നിശ്ചയമായി നിങ്ങൾ ക്ഷമയുള്ള വ്യക്തിയായി തീർന്നത് കൊണ്ട് ഇന്നും ഒരു ശ്രേഷ്ഠ വ്യക്തിയായി, ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി നിങ്ങൾ ആയിരിക്കുന്ന ഏത് മേഖലകളിലും ശ്രേഷ്ഠ അനുഭവത്തിൽ, മഹത്വ അനുഭവത്തിൽ ഉയർന്നു വരാൻ പോകുന്നു. ദൈവമായ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ഫോൺ കോൾ പ്രതീക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വിലാസം സാമുവൽ ഡെന്നിസൺ, പോസ്റ്റ് ബോക്സ് നമ്പർ 193, തിരുവനന്തപുരം 695001, കേരള.
24 മണിക്കൂറും പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9448686420 അല്ലെങ്കിൽ 9947945452. ഒരു നാളും സാത്താൻ ജയിക്കയില്ല, തൻ തന്ത്രങ്ങളൊന്നും നിറവേ